അല്ലെങ്കിലും ഇതൊക്കെ വേലായുധം കേക്കണം. എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ. പറയുന്നത് കേട്ട് തോന്നും ഈ ലോകത്ത് വേറെ ആരും കഷ്ടപ്പെടില്ലെന്ന്. ഓരോരുത്തർ ചോര നിരക്കെ കൊണ്ട് തന്നെയാ അവരുടെ കുടുംബം പോറ്റുന്നത്. അല്ലെ ഒടേ നമ്പരെ വായിക്കൊണ്ട് തരത്തൊന്നുമില്ല. പെൺകുട്ടികൾ 3 എണ്ണ വളർന്നു വരുന്നത്, അത് മറക്കണ്ട. അതും ഒടേ തമ്പുരാൻ തന്നതാണെന്ന് നീയും മറക്കണ്ട. അതേത് മണക്കൽ തമ്പുരാനാ മാമ? നീങ്ങി വരിക. ഒന്നൂടെ പറയ്. അല്ല, ഇവിടത്തെ ഈ 3 പെമ്മക്കാൽ തന്ന തമ്പുരാനുണ്ടല്ലോ, അതേത് മണക്കലാ? ഇപ്പം മനസ്സിലായോ? അതും ഈ തമ്പുരാൻ തന്നെയാ. വേലായുധം തമ്പുരാൻ പോയിരുന്ന് പറത്തണോ പോത്തെ. അമ്മേ ഞങ്ങൾ പോവാ. പോട്ടെ അമ്മേ. ശ്രീദേവി, ദാ നിന്റെ കൂട്ടുകാരിൽ വന്നിരിക്കുന്നു. ദാ വരുന്നമ്മേ. എടേ, ട്യൂഷൻ ക്ലാസ്സിലേക്കാണെന്നും പറഞ്ഞ കണ്ട ഊടുവഴിയിലും പറങ്കാവിന്റെ ചോട്ടിൽ നിന്ന് തിരിഞ്ഞു കളിച്ചു എന്നറിഞ്ഞാ നിന്റെ മുട്ടും കാലി ഞാൻ തല്ലി ഓടിക്കും. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയണതാണമ്മേ. നാട്ടുകാർക്കാൻ തടി പ്രാന്തോ? അവള് 4 ലക്ഷം പഠിക്കുന്ന ആർക്കും കണ്ടുകൂടാ. അത് തന്നെ കാര്യം. എന്റെ മോള് പൊയ്ക്കോ. എന്താടി ഇത്ര മധുരം? നിന്റെ തന്ത കൊണ്ട് തരുന്നുണ്ടോ പഞ്ചാര? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുഴി കിടക്കുന്ന എന്റെ തന്ത ഇന്നലെ വിരുന്ന് വന്നായിരുന്നു. അപ്പൊ കൊണ്ട് തന്ന അരക്കിലെ പഞ്ചാര തീരുമാനം പറയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് അയക്കാനും പറഞ്ഞു. പോത്തെ, തൊട്ടതിനും പിടിച്ചതിനും ധാരാളിത്തം കാണിക്കണം. നീ ഒന്നും മനസ്സിലാക്കണം. ഇവിടെ അടുപ്പ് പുകയണേൽ ഞാൻ തന്നെ വേണം. ആ കുഞ്ഞുണ്ണി നേർക്ക് മുതൽ 4 മാസത്തെ പലിശ അടക്കം ഉറുപ്പിക 6800 കൊടുക്കണം. ആ ഒരു വിചാരം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോടി വെള്ളാനെ? എന്ന് വെച്ചിങ്ങനെ പിശുക്കിട്ട് എന്താ കാര്യം? കാപ്പിൽ അല്പം പഞ്ചാര കൂടി അതിന് ബഹളം, കറിയിൽ അല്പം ഇത്തിരി അരിയും പുളിയും കൂടി അതിനും ബഹളം. വെറുതെ നാട്ടുകാരൻ അരക്കമ്പലൊന്ന് വിളിക്കുന്നത്. നാട്ടുകാരല്ലടി, ഇവിടുത്തെ പ്രമാണി നിന്റെ പുന്നാര മോൻ. അവനെ എന്നെ അങ്ങനെ വിളിക്കുന്നു. അതങ്ങനെ തള്ളമോന് വളം വെച്ചു കൊടുക്കല്ലേ. വിത്ത് ആരാന്റെ ആയാലും വളർത്തി വലുതാക്കിയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ കാക്കക്കൂട്ടിലെ കുയിലായിപ്പോയി. അയ്യോ, വേലായുധന്റെ എവിടെ? ഇല്ല, പപ്പടം കൊണ്ട് അങ്ങാടി പോയിരിക്ക. എപ്പോഴാവും വരിക? അറിയില്ല, വൈകുന്നേരം ആവുമ്പോഴേ വരണുണ്ടാവുള്ളൂ. കൊറേ പ്രാവശ്യം അതിനെ ഇങ്ങോട്ട് നടത്തിക്കണു. വെറുതെ കളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളാം കുഞ്ഞുണ്ണിയാരെ. അത്യാവശ്യ കാര്യമാണ്, അല്ലെങ്കിൽ തൂങ്ങിച്ചാവേണ്ടി പറഞ്ഞിട്ടേ ഉറുപ്പി 5000 എണ്ണി വാങ്ങിയിട്ട് മാസം 5 ആയി. ഇപ്പൊ അതിന്റെ പലിശയില്ല, മുതലും ഇല്ല. ഇങ്ങനെ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പലിശ മറ്റടുത്ത് പലിശ പലിശ പണ്ടാരക്കാലം പേടിപ്പിച്ചറിഞ്ഞല്ലോ. ഇവത്തെ ഒളിച്ചിരിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാ ഇപ്പൊ നിന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. പൈസ എണ്ണി വാങ്ങിച്ച ശേഷം എപ്പൊ അന്വേഷിച്ചൊന്നും ആളെ കാണില്ല. വരുമ്പോ പറഞ്ഞോളാം. നേരാമണ്ണം അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. അല്ലെങ്കിൽ കെട്ടിവരും ഞങ്ങൾ അവനോട് കൊണ്ടുപോകും. കൊടുത്ത മുതലും പലിശയുടെ പലിശയും കൃത്യമായിട്ട് എണ്ണിയാ ഞങ്ങൾക്കറിയാം. പാടാ, അങ്ങാടിയിൽ ഒന്ന് നോക്കാം. എന്താ കുഞ്ഞിഞ്ഞാരെ? വേലായുധനെ അന്വേഷിച്ചു വന്നാ. പലിശ തോണ്ടാൻ വന്നാവൂല്ലേ? അതെ അതെ. ഈ പഹയന്റെ അടുത്ത് അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും കണ്ടില്ലേ കായ് കടമാങ്ങ? അനീറ്റിന്റെ കല്യാണാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ആധാരവും കൊടുത്തു. നാട്ടുകാരുടെ കവം തിന്നാൻ നടക്കുന്ന ഹിമാറാവേ കുടിയും പറമ്പും പോകാൻ നോക്കിക്കോളി. അല്ല, അന്റെ വേലാതെ ശരിക്കും ഇവിടില്ലേ? അതാരാ? ശരിക്കും വേലാതെ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സമാനം തരില്ല തെണ്ടികൾ. ഞമ്മളാ? ഹേയ്, പലിശ പലിശ എന്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് 12 ഇട്ട് പപ്പടം വേണം. എന്താ വിശേഷം? തന്റെ കെട്ടിയോള് വയസ്സറിയിച്ചോ? ആ പ്രായം ഇപ്പൊ എന്റെ ജാനുനല്ലേ? ഓൾ ഇപ്പോഴും ചെറുപ്പാ. അങ്ങനെയുള്ള വിചാരം വിളിക്ക് ഇല്ലാതില്ലടോ. എന്റെ നെഞ്ചി തീയാ. അല്ല, കണ്ടത് പറഞ്ഞാനിട്ടാ. ഈ എന്തിനാ വരാതെ ഇങ്ങനെ ഇടങ്ങേറാവുന്നത്? വല്ല കണ്ണിടാക്കിട്ടരം കണ്ടൂടെ? കാശ് വേണ്ടടോ. അതുകൊണ്ട് പിന്നെ ആവാന്ന് കരുതി ഓർഡർ എത്തിക്കാൻ കണക്കാക്കി വെച്ചതാ. രാവിലെ പീടിയിൽ തിരക്ക് കഴിഞ്ഞ് ഗ്ലാസ് കൈ വെക്കുമ്പോഴാ ഒരു സദ്യന്റെ ഓർഡർ കിട്ടിയത്. വയ്യെങ്കിലും ഏറ്റു. 4 ചില്ലാനം കിട്ടുന്ന കാര്യല്ലേ? അന്നെ കണ്ടു തന്നായി രമേശ. ആ കാര്യസ്ഥൻ രാഘവൻ എന്നെ അന്വേഷിച്ചിരുന്നു. ഇവനെയോ? കാര്യസ്ഥന് പ്രാന്ത? അല്ല, ഇതെന്തപ്പ ചക്രവൂരി പറഞ്ഞ്? 5 കാശിന്റെ ചക്രം ഈ വീട്ടിലേക്കില്ല. എന്നാ പിന്നെ ഈ ചക്രമെങ്കിലും ആയിക്കോട്ടെ. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുക. നമ്മുടെ മുതൽ നമ്മളല്ലേ സൂക്ഷിക്കണം. അത് വേണം. കക്കാൻ പറ്റിയ ഒരു സാധനം. തൂക്കി വിറ്റ അതിന് തുരുമ്പിന്റെ വില പോലും കിട്ടില്ല. സൈക്കിളിന് ചീത്തപ്പേര് ഉണ്ടാക്കാൻ കൊണ്ട് നടക്കുക പ്രമാണി. ഓൻ കേക്കണ്ട. ഇയാള് പോ. ഇത് പരത്തി പരത്തി എന്റെ ജീവിതം പരന്നു എന്നല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല. പതത്താ ഞാനല്ലേ? നീ പോടാ. ഞാൻ ഇവിടുത്തെ ഒരു പ്രമാണിയുടെ കാര്യം പറഞ്ഞതാ. കുലത്തൊഴിൽ പഠിച്ചാ മോശല്ലേ? പാന്റ് ഷർട്ട് ഇട്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. മൂട് ഒന്നും മിണ്ടണ്ട, അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഉണ്ടാക്കി വെച്ച ഓർഡർ എത്തിക്കാൻ പറ്റുമോ നിന്റെ പ്രമാണിയോടൊന്ന് ചോദിച്ചു നോക്കടി. പറ്റുമോ നിനക്ക്? കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ജന്മാന്തര പുണ്യം. 10 ഇട്ട് പപ്പടം നമ്മുടെ അമ്മണിയെടുത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ?
ആ അമ്മണി അമ്മയ്ക്ക് 10 കെട്ട് വേണത്രേ. അവര് 2 കെട്ടിയതല്ലേ, ഇനി 8 കെട്ട് വേണോ? 10 കെട്ട് പപ്പടത്തിന്റെ കാര്യ പറഞ്ഞത്. ഓ അങ്ങനെ. എവിടുന്ന് വന്നൂടി എനിക്ക് പുതിയൊരു ബോധോദയം? മാനത്ത് പൊട്ടി വീണതാ. തൽക്കാലം 10 കെട്ട് എത്തിച്ചാ മതി കേട്ടോ. അത് നിന്റെ പ്രമാണിയോട് പറഞ്ഞേപ്പിച്ചാ മതി. അനുസരിക്കോ ആവോ. ഈ വേല എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കും. ആര് കരുവാൻ മുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധ പാണി. ഓ ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക, എന്നെ തൊഴുക. മുണ്ട്. ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. ആ ശരി. പഴനിമല കോവിലിൽ കാവടി തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിമല ചവിട്ടി വീണാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല തുടങ്ങി. ഒഴുകുന്ന നില കൂടെ എന്നല്ലേ ബോധം തെളിയും. മോറടി അങ്ങോട്ട്. എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവുകയാണോടെ? കൊലപാതകളെ പണി. അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിയുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ട് നിൽക്കട്ടെ. നടക്കണേ. ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ. ശല്യം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാരിക്ക് അറക്കമേലും ഉറങ്ങിയില്ലേ? ആരാ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലേക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഉളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പിട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ ഇങ്ങനെ ചേട്ടാ ചേട്ടോ ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ചായ. അബുക്ക, അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താൽ വല്ലതും ഉണ്ടാ? എന്തേ? ഏയ് ലീവാക്കല്ല. മീനുസ്വാമി സമാധിയായോ? നമസ്കാരം. അയ്യോ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും. അത്ര ചൂടാ. ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. അയ്യോ, നിക്ക, നിക്ക, നിക്ക.